ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനുവരി 27-28 ഒലിവ് ബോർഡ് കണ്ടക്ട് ചെയ്ത ലൈവ് മോക്ക് എക്സാമിന്റെ മാത്സിന്റെ 25 ക്വസ്റ്റ്യൻസ് ആൻഡ് സൊല്യൂഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരുന്നില്ല ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. Triangle MNO is right angled at N. അതായത് N എന്ന പോയിന്റിലാണ് റൈറ്റ് ആംഗിൾ വരുന്നത്. സോ നമ്മൾ ട്രയാങ്കിൾ എങ്ങനെ വരും? MNO എന്ന് വരും. P എന്ന് പറഞ്ഞ പോയിന്റ് എനി സൈഡ് BC എന്ന് പറഞ്ഞ സൈഡിലെ ഒരു പോയിന്റ് ആണ് P എന്ന് പറയുന്നത്. ആ പോയിന്റിനെ കുറിച്ച് വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. OM എന്ന് പറയുന്നത് 26 സെന്റിമീറ്റർ ആണ്. അതുപോലെ PM എന്ന് പറയുന്നത് എത്രയാണ്? 25 സെന്റിമീറ്റർ ആണ്. OP എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് MN എന്ന് പറഞ്ഞത്. അപ്പൊ 26 ഹൈപ്പോട്ടന്യൂസ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. ഡയറക്റ്റ്ലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അങ്ങനെയാണ്. സോ അതൊരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. അപ്പൊ 26ന്റെ പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് പറയുന്നത് 24ഉം അതുപോലെ തന്നെ 10ഉം ആണല്ലോ. അപ്പൊ 24 10 ഏതോ ഒരു സൈഡ് ആകും. 24 ആണ് ഓപ്ഷനിലുള്ളത്. സോ ഓപ്ഷൻ എന്താണ്? സി ആയിരിക്കും കറക്റ്റ് ആൻസർ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ 24, ഇവിടെ നമുക്ക് 10 കൊടുത്താൽ ഇവിടെ 24 വരും. ഇവിടെ 24 ആണെങ്കിൽ PN എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് 21 വരും. പക്ഷെ ഇവിടെ PM എന്ന് പറഞ്ഞ 25 ആണ്. PM 25 ആകുന്ന വെച്ചാൽ എന്താണ്? അവിടെയും ഒരു എന്തായിരിക്കും? ഒരു ഇതാണ്, അതൊരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. സോ ഇവിടെ 25 പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. ഇവിടെ എന്ത് വരണം? ഇത് 7 ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ എന്തായിരിക്കും? അതാണ് 24 സ്ക്വയർ 576 പ്ലസ് 49 എന്ന് പറയുന്നത് എത്രയാണ്? 625. അതിന്റെ റൂട്ട് ആണ് 25. സോ PN എന്ന് പറഞ്ഞ ലെങ്ത് എത്രയായിരിക്കും? 7 ആയിരിക്കും. സോ NM എന്ന് പറഞ്ഞ ലെങ്ത് എന്താണ്? 24 സെന്റിമീറ്റർ ഡയറക്ട്ലി കിട്ടും. ഒരു റെക്ടാങ്കുലർ ഷീറ്റ് ഉണ്ട്, ഡയമെൻഷൻ തന്നിട്ടുണ്ട്. റെക്ടാങ്കുലർ ഷീറ്റ് ആണ്. അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 18 സെന്റിമീറ്റർ ആണ്. അതുപോലെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 11 സെന്റിമീറ്റർ ആണ്. ഒരു സ്ക്വയർ, അതായത് 2 സെന്റിമീറ്റർ സൈഡുള്ള സ്ക്വയർ ഓരോ കോർണറിൽ നിന്നും എന്താണ്? കട്ട് ചെയ്തെടുക്കുകയാണ്. സോ ഈ കോർണറിൽ നിന്ന് 2 സെന്റിമീറ്റർ കട്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ കോർണറിൽ നിന്ന് 2 സെന്റിമീറ്റർ കട്ട് ചെയ്തു. ഇവിടെ നിന്നും 2 സെന്റിമീറ്റർ എടുത്തു. ഈ ഒരു സൈഡിൽ നിന്ന് 2 സെന്റിമീറ്റർ എടുത്തു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ബോക്സിന്റെ വോളിയം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അപ്പൊ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഇത് ഫുൾ 18 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സിന്റെ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 18 - 4 ആയിരിക്കുമല്ലോ. സോ 14 ആയിരിക്കുമല്ലോ. 14 സെന്റിമീറ്റർ ആയിരിക്കും. അതുപോലെ അതിന്റെ തന്നെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 11 - 4 ആയിരിക്കുമല്ലോ. ദാറ്റ് ഈസ് 7 സെന്റിമീറ്റർ ആയിരിക്കുമല്ലോ. ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2 സെന്റിമീറ്റർ ആയിരിക്കും. സ്ക്വയർ ഓഫ് 2 സെന്റിമീറ്റർ ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സോ അതിന്റെ വോളിയം എന്ന് പറയുന്നത് LBH ആയിരിക്കും. 14 മൾട്ടിപ്ലൈഡ് വിത്ത് 2 മൾട്ടിപ്ലൈഡ് വിത്ത് 7, അതല്ലേ 14 സ്ക്വയർ is equal to 196 സെന്റിമീറ്റർ ക്യൂബ്. ഇതായിരിക്കും ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. If Nishu sells certain goods for rupees X plus 40, അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് X plus 40 റുപ്പീസിന് നിഷു കുറച്ച് സാധനങ്ങൾ വിൽക്കുന്നു. That was sold to him by Aman for rupees. അതായത് X രൂപയ്ക്ക് അമൻ നിഷുവിന് വിറ്റ സാധനമാണ്. അതാണ് നിഷു X plus 40 റുപ്പീസിന് വിറ്റത്. സോ എക്സിന്റെ 20, അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റ് പെർസെന്റേജ് ഓഫ് നിഷു എന്ന് പറഞ്ഞാൽ 20% ആണ്. സോ എക്സിന്റെ 6/5 എന്ന് പറയുന്നതായിരിക്കും X plus 40 എന്ന് പറയുന്നത്. 6x = 5x plus 200 ആയിരിക്കും. സോ X എന്ന് പറയുന്നത് എത്രയായിരിക്കും? 200 റുപ്പീസ് ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. X by cosec theta = y by sec theta. നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. X by cos theta, cosec theta 1 by cosec theta എന്ന് പറയുന്നത് എന്താണ്? sin theta. സോ X sin theta എന്ന് പറയുന്നതായിരിക്കും. Y 1 by sec theta cos theta ആണ്. സോ റീഅറേഞ്ച് ചെയ്യുമ്പോൾ tan theta എന്ന് പറയുന്നത് എത്ര കിട്ടും? Y by X എന്ന് കിട്ടും. cot theta എന്ന് പറയുന്നത് X by Y കിട്ടും. കാരണം റെസിപ്രോക്കൽ ഓഫ് tan theta ആണല്ലോ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന tan theta minus cot theta ആണ്. സോ ഈക്വൽ ടു എന്ത് വരും? Y by X minus X by Y വരും. is equal to y square minus x square by xy എന്ന് വരും. ഏതാണ്? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. രോഹിത് ആൻഡ് അനു got married 25 years ago. രോഹിത് എന്ന് പറയുന്നത് അനുവിനേക്കാളും 6 years older ആണ്. at the time of marriage എന്ന് പറയുമ്പോൾ R-2, അതായത് 25 വർഷം മുമ്പാണ് കല്യാണം എന്ന ആദ്യത്തെ പോയിന്റ് തന്നെ പറയുന്നുണ്ട്. സോ മാരേജ് ടൈമിൽ രോഹിത്തിന്റെ 9/11 ടൈംസ് ആയിരിക്കും അനുവിന്റെ ഏജ്. സോ അനു മൈനസ് അത് എന്താണ്? 25 years പുറകോട്ട് എടുക്കുക. സോ ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ 9 × R is equal to 225
11a minus 275 എന്ന് വരും. സോ നമുക്ക് കണ്ടുപിടിക്കാൻ അനുവിൻ്റെ സോ നമുക്ക് 6ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ a plus 6 കൊടുത്താൽ 9a plus 54 minus 225 is equal to 11a minus 275. അതായത് 2a, അതായത് 54 minus 225 plus 275 is equal to 2a എന്ന് വരും. 54 ഇത് എത്ര വരും? പ്ലസ് 50 എന്ന് പറയുന്നത് 2a. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് a എന്ന് പറയുന്നത് എത്രയായിരിക്കും? 104/2 കിട്ടും. ദാറ്റ് ഈസ് 52 years എന്ന് കിട്ടും. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. A can complete 5/7 of a work in 20 days. അതായത് എയുടെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 28 days കിട്ടും. അതെങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. 5/7 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 20. അപ്പോൾ ഫുൾ ഡേ വർക്ക് ചെയ്യാൻ എത്രയായിരിക്കും? 20 മൾട്ടിപ്ലൈഡ് വിത്ത് 7/5 ആയിരിക്കും. അതായത് 28 വരും. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ബി ആണെങ്കിലോ 64 days ആയിരിക്കും ഫുൾ കിട്ടുന്നത്. ഓക്കെ, അവർ രണ്ടുപേരും വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. സോ നമുക്ക് അവരുടെ ടോട്ടൽ വർക്ക് 28 മൾട്ടിപ്ലൈഡ് വിത്ത് 64 എന്ന് തന്നെ എടുക്കാം. 28 മൾട്ടിപ്ലൈഡ് 64 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ എയുടെ എഫിഷ്യൻസി 64 ആയിരിക്കും. അതുപോലെ തന്നെ ബിയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? 28 ആയിരിക്കും. A started the work and left after 8 days. So എയുടെ എഫിഷ്യൻസി നമ്മൾ 64 ആണ്. 64 മൾട്ടിപ്ലൈഡ് വിത്ത് 8 ആണ്. 3512. സോ ടോട്ടൽ എന്ന് പറയുന്നത് 28 മൾട്ടിപ്ലൈഡ് വിത്ത് 64 ആണ്. 3856517992 ആണ്. അപ്പോൾ ബാക്കിയുള്ള വർക്ക് എത്രയായിരിക്കും? 1280 ആണ്. ഈ 1280 വർക്ക് ആയിരിക്കും ആര് കംപ്ലീറ്റ് ചെയ്യുന്നത്? ബി കംപ്ലീറ്റ് ചെയ്യുന്നത്. ബിയുടെ എഫിഷ്യൻസി 28 ആണ്. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ട എക്സിന്റെ വാല്യൂ, അതായത് എത്ര ഡേയ്സ് കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് 214 വരും. 320/7 വരും. സോ ഇത് എത്ര വരും? 320 divided by 7 വരും. 5 times വരില്ല. സോ 4 times 28 വരും. 405 വരും. അപ്പോൾ 45 and 5/7 ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. Which of the following statement is true? 7440 divisibility by 9 ആണ് രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ അതിന് നമ്മൾ സമ്മ് നോക്കുക. 7 plus 4 plus 4 plus 8 23 നോട്ട് ഡിവിസിബിൾ ബൈ 9 ആണ്. അതുപോലെ 6 plus 6 plus 5 plus 8 is equal to 25 is not a divisible. So ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ ബി. neither A nor B ആയിരിക്കും ആൻസർ. 2n plus 5 men, ഇത്രയും മെന്നിന് 40 days എടുക്കും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. 11 men ലീവ് ചെയ്യാൻ തന്നെ 2n plus 5 minus 11, അതായത് 2n minus 6 days. അപ്പോൾ ഇത്രയും പേര് 50 ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്നിന്റെ വാല്യൂ. സോ 0 ക്യാൻസൽ ചെയ്യുന്നു. 8n plus 20 എന്ന് പറയുന്നത് 10n minus 30 ആണ്. അതായത് 2n എന്ന് പറയുന്നത് 50 ആണ്. സോ n is equal to എത്ര വരും? 25 എന്ന് വരും. 25 days ആ. സോറി, എന്നിന്റെ വാല്യൂ മാത്രമേ ഉള്ളൂ. സോ 25 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. Find the number of 2-digit numbers that has increased by 27 digits. ഡിജിറ്റ്സ് റിവേഴ്സ് ചെയ്യുമ്പോൾ 27 ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അതായത് 10x plus y അങ്ങനെ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ 2-digit നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ തന്നെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. 10x plus y. അപ്പോൾ എക്സിന് ഏതെങ്കിലും വാല്യൂ കൊടുക്കുക, വൈക്ക് വാല്യൂ കൊടുത്താൽ 2-digit നമ്പർ. സോ 10x plus y 27 ആയിരിക്കും. പുതിയതായിട്ട് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എത്ര ഡിജിറ്റ്സ് റീഅറേഞ്ച് ചെയ്യുമെന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ എടുക്കണം. സോ നമ്മൾ ഇതിനെ ഒരു ഏകദേശം റീഅറേഞ്ച് ചെയ്യുമ്പോൾ 9x minus 9y എന്ന് പറയുന്നത് -27, x minus y എന്ന് പറയുന്നത് -3 ആയിരിക്കും. സോ y minus x എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ഓരോ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അതായത് y അതുപോലെ തന്നെ x. സോ നമ്മൾ എക്സിന് വൈക്ക് നമ്മളൊരു 10 കൊടുക്കാൻ പറ്റില്ല, 2 ഡിജിറ്റ്. അപ്പോൾ സോ നമ്മൾ മാക്സിമം വാല്യൂ 9 കൊടുത്തു. അപ്പോൾ എക്സിന് വാല്യൂ 3 വരും. സോ എക്സിന് വാല്യൂ 6 വരും. 8 കൊടുത്താൽ എത്ര വരും? 5 വരും അല്ലേ. 7 കൊടുത്താൽ 4 വരും. 6 കൊടുത്താൽ 3 വരും. അതുപോലെ തന്നെ 5 കൊടുത്താൽ 2 വരും. പിന്നെ വരും 5 കൊടുത്താൽ 2 വരും. 4 കൊടുക്കുകയാണെങ്കിൽ 1 വരും. 3 കൊടുക്കാൻ പറ്റുമോ? 3 കൊടുത്താൽ 0 വരും. കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ 5 minus x equal to 3 ആ ഒരു ബാലൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കണം, എക്സിന് 0 കൊടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അതൊരു 2-digit നമ്പർ ആവത്തില്ല. മനസ്സിലായോ? സോ അത് നമ്മൾ എടുക്കാൻ പാടില്ല. അവിടെ ആ കണ്ടീഷൻ നമുക്ക് മിസ്റ്റേക്ക് പറ്റും. അതാണ് കാരണം. ഓപ്ഷനിൽ ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 9 ഉണ്ട്, 8 ഉണ്ട്, 7, 6, 5 എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 7 എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ ആൻസർ കിടപ്പുണ്ട്.
നമ്മൾ 3 0 എടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ 7 കിടപ്പുണ്ട്, നമുക്ക് മിസ്റ്റേക്ക് പറ്റാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആയിരിക്കും. അതിന്റെ വ്യക്തമായ കാരണം മനസ്സിലാകണം. എക്സ് 0 ആയി കഴിഞ്ഞാൽ നമ്പർ 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കത്തില്ല. നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ നമ്പർ 2 ഡിജിറ്റ് നമ്പേഴ്സ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്ഷൻ സി 6 ആയിരിക്കും ആൻസർ. PQRS is a cyclic quadrilateral. Cyclic quadrilateral എന്ന് പറയുമ്പോൾ ഒരു സർക്കിളിൻ്റെ അകത്തൊരു quadrilateral ഉണ്ട്. സോറി, ഫിഗർ വരയ്ക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. PQ എന്ന് പറഞ്ഞ ഡയമീറ്റർ തന്നിട്ടുണ്ട്. സോ PQ ഡയമീറ്റർ ആയിരിക്കും. PQRS എടുത്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആംഗിൾ PSR ഇത് 110 ആണ്. സോ ഈ ആംഗിൾ 70 ആയിരിക്കും. പിന്നെ വാട്ട് ഇസ് മെഷർ ഓഫ് QPR, ഈ ഒരു ആംഗിളിന്റെ മെഷറാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. കാരണം ആംഗിൾ മെയ്ഡ് ബൈ എ സെമി സർക്കിൾ ആണ്. കാരണം PQ എന്ന് പറഞ്ഞ ഡയമീറ്റർ ആണ്. സോ ആംഗിൾ QPR എന്തായിരിക്കും? 20 ഡിഗ്രി ആയിരിക്കും അല്ലെ. 90 കിട്ടി, 70 കിട്ടി, ബാലൻസ് എത്രയാണ്? 20 ഡിഗ്രി ആണ്. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇൻ ട്രയാങ്കിൾ WXY, ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. WXY അതിൽ WZ എന്ന് പറഞ്ഞൊരു പെർപെൻഡിക്കുലർ ആണ്. സോ ഇത് WXY. ആംഗിൾ YSW, YS എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാണ്? WXL ഒരു പോയിന്റ് ആണ് കേട്ടോ. WXL അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യാണ് എസ് എന്ന് പറഞ്ഞൊരു പോയിന്റ്. അങ്ങനെയെങ്കിൽ YSW എന്ന് പറയുന്നത് A ഡിഗ്രിയാണ്. ഇത് A ഡിഗ്രിയാണ്. അതുപോലെ SYZ എന്ന് പറയുന്നത് 54 ഡിഗ്രിയാണ്. ആംഗിൾ XWZ, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ്. ഫൈൻഡ് ദ ആംഗിൾ ഓഫ് Y ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതില് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഈ ഒരു ആംഗിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ആംഗിൾ M എന്ന് കൊടുക്കുവാണെങ്കിൽ ആംഗിൾ ZMY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും? 90 ആണ്, ഇത് 54 ആണ്. അപ്പൊ ഇത് 36 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ തന്നെയായിരിക്കും അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത്, ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. സോ അതിനർത്ഥം ഇത് ട്രയാങ്കിൾ SWM കൺസിഡർ ചെയ്യുമ്പോൾ ആംഗിൾ A എന്ന് പറയുന്നത് 180 ഡിഗ്രി മൈനസ് 70 പ്ലസ് 36 ആയിരിക്കും. ഈക്വൽ ടു 180 മൈനസ് 106 വരും, അല്ലെങ്കിൽ 74 ഡിഗ്രി വരും. ഏതാണ്? ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്ന വാല്യൂ ഈക്വൽ ടു 0. ഫൈൻഡ് ദ വാല്യൂ ഓഫ് P plus R. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാം. സ്ക്വയേഴ്സ് 0 ആവണമെന്നുണ്ടെങ്കിൽ, അഡീഷന്റെ കേസിൽ സ്ക്വയേഴ്സ് 0 ആവണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ 0 ആയി തന്നെ വാല്യൂ ഫുള്ള് 0 ആകും. പക്ഷെ അഡീഷന്റെ കേസിൽ ഏതെങ്കിലും വാല്യൂ 0 ആയി കഴിഞ്ഞാൽ വാല്യൂസ് ഇപ്പം 2 + 0 എന്ന് പറയുന്നത് 2 തന്നെയാണ്, 0 അല്ല. പക്ഷെ 2 മൾട്ടിപ്ലൈഡ് വിത്ത് 0 ആണെങ്കിൽ എന്താണ്? 0 ആയി. അതായത് അഡീഷന്റെ കേസിൽ ഒരു വാല്യൂ 0 ആയി എന്ന് കരുതി എല്ലാ വാല്യൂസും എന്താവണമെന്നില്ല, 0 ആവണമെന്നില്ല. എല്ലാ വാല്യൂ 0 ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമുക്ക് ഇത് സ്ക്വയേഴ്സ് 0 ആവണമെന്നുണ്ടെങ്കിൽ ഓരോ വാല്യൂസും എന്തിനോട് ഈക്വൽ ആയിരിക്കണം? 0 ആയിട്ട് ഈക്വൽ ആയിരിക്കും. സോ 6p മൈനസ് 8 ഈക്വൽ ടു 0 ആണ്. സോ p എന്ന് പറയുന്നത് 4/3 ആണ് കിട്ടും. നെക്സ്റ്റ് 3q മൈനസ് 10 ഈക്വൽ ടു 0 ആണ്. സോ q എന്ന് പറയുന്നത് 10/3 ആണ് കിട്ടും. നെക്സ്റ്റ് എന്ത് കിട്ടും? r എന്ന് പറയുന്നത് 2/3 ആണ് കിട്ടും. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. p പ്ലസ് r ആണ്. p യും r കൂടെ ആദ്യം ആഡ് ചെയ്യുക. 4 + 2/3 ആണ്. അപ്പോൾ 2 വരും. 2/q എത്രയാണ്? 10/3 വരും. is equal to 6/10 വരും. is equal to 3/5 വരും. ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു സമ്മ ലെൻത്ത് ഫോർ 4 ഇയേഴ്സ് ആണ്. A% പെർ ആനം സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സമ്മ A plus 1.5%, 15 അല്ല 1.5%ലാണ് ലെൻഡ് ചെയ്യുന്നത്. ഗെയിൻസ് 120 more. ഫൈൻഡ് ദ സം. സോ A plus 1.5 A തമ്മിൽ ഡിഫറൻസ്, അതായത് 1.5% ഫോർ 4 ഇയേഴ്സ് ആണെങ്കിൽ 120. അതായത് ഇതിന് എന്ത് കിട്ടും? 3 3 6. അപ്പോൾ സോ 6 എന്ന് പറയുന്നത് 120 ആണെന്നുണ്ടെങ്കിൽ 100 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2000 rupees ആയിരിക്കും. ഇതാണ് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടുന്നത്. ഇനി അതല്ല ഇക്വേഷൻ വെച്ചാണ് ചെയ്യാൻ അറിയത്തുള്ളൂ എന്നുണ്ടെങ്കിൽ I ഈക്വൽ ടു നമുക്കറിയാം P ഇൻറ്റു 4 ഇൻറ്റു A/100 ആയിരിക്കും. ആദ്യത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് I1 എന്ന് കൊടുക്കുക. I2 എന്ന് പറയുന്നത് P മൾട്ടിപ്ലൈഡ് വിത്ത് 4 മൾട്ടിപ്ലൈഡ് വിത്ത് A plus 1.5/100. സോ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? P മൾട്ടിപ്ലൈഡ് വിത്ത് 4 1.5/100 എന്ന് പറയുന്നതായിരിക്കും നമുക്ക് 120 തന്നിരിക്കുന്നത്. സോ ഇറ്റ് ഇംപ്ലൈസ് P is equal to 120 100 10/15 into 4 വരും. 53 52 എത്ര വരും? 2000 rupees വരും. സോ അവിടെ എന്ത് തന്നെയാണ് നമുക്ക് ആൻസർ കിട്ടും. ഇത് നമുക്ക് ഡയറക്റ്റ്ലി സ്റ്റെപ്പിൽ കിട്ടുന്നതാണ്. സോ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. DI ക്വസ്റ്റ്യൻ ആണ്. ലൈൻ ഗ്രാഫ് തന്നിട്ടുണ്ട്. കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസുമാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന പ്രോഫിറ്റ് ഓർ ലോസ് എമൗണ്ട് ആണ്.
പെർസെൻറ്റേജ് ഒന്നുമല്ല, എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യത്തെ ഇതിൽ 45, അപ്പോൾ അത് ശ്രദ്ധിക്കണം. മൈനസ് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന് എടുക്കണം, കാരണം സെല്ലിംഗ് പ്രൈസ് ആണ് കോസ്റ്റ് പ്രൈസ് ആണ് കൂടുന്നതനുസരിച്ച് അറിയാലോ ഏതാണെന്ന് മനസ്സിലാക്കണം. സോ പ്രോഫിറ്റ് നമുക്ക് നോക്കാം. ആദ്യത്തേൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് അത് +5 തന്നെയാണ്. പ്ലസ് നെക്സ്റ്റിൽ എന്ത് വരും? 35 മൈനസ് 25 10 വരും. നെക്സ്റ്റ് 35, അതിൽ ശ്രദ്ധിക്കണം 30 മൈനസ് 35 ആണ്, അപ്പോൾ -5 എന്ന് എടുക്കണം. 50 മൈനസ് 45 പ്ലസ് 5 പ്ലസ് 30 മൈനസ് 50 മൈനസ് 20 വരും. സോ ഇത് രണ്ടും ക്യാൻസൽ ആയി. സോ ഇത് എത്ര വരും? 15, അതായത് -5 എന്ന് വരും. ഓക്കെ, -5 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ലോസ് ഓഫ് 5%, ലോസ് ഓഫ് ₹5 ആണ്. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇഫ് എ ട്രയാങ്കിൾ KLM is right angle at L, L എന്ന് പറഞ്ഞ പോയിന്റിൽ ഇത് റൈറ്റ് ആംഗിൾ ആണ്, KLM എന്ന് പറഞ്ഞത്. ഓക്കെ, then what is the value of tan K plus? അപ്പോൾ K plus M എന്ന് പറയുന്നത് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. സോ tan 45 multiplied with cosec square 45 is equal to 1. cosec square 45 എന്ന് പറഞ്ഞാൽ 2, that is equal to 2 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. കൺസിഡർ ദ ഫോളോയിങ് ഫിഗർ. O is a center. O നമുക്ക് സെന്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x. ആംഗിൾ ABD, അപ്പോൾ ഈ ഒരു ആംഗിൾ 65 ഡിഗ്രി ആണ്. ആംഗിൾ AOC എന്ന് പറയുന്നത് x ആണ്. ആംഗിൾ DOC എന്ന് പറയുന്നത് 2x/3 ആണ്. സോ x plus 2x/3 എന്ന് പറയുന്നത് എന്തായിരിക്കും? സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? ആ കോൾ ഓപ്പോസിറ്റ് സെക്ടറിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് ഡബിൾ ആയിരിക്കും. സോ ഇതെന്ന് പറഞ്ഞാൽ 130 ആയിരിക്കും. ഇംപ്ലൈസ് 5x/3 എന്ന് പറയുന്നത് 130 ആണ്. സോ 526 ആണ്. x എന്ന് പറയുന്നത് 78 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. There are two pipes G and K attached to fill. അപ്പോൾ സിസ്റ്റം can be filled in 84 minutes. രണ്ട് പൈപ്പ് ഓപ്പൺ ആക്കുക, അതായത് G plus K ആണെങ്കിൽ 84 minutes ആയിരിക്കും. ഇനി പൈപ്പ് G മാത്രമാണെങ്കിൽ എത്ര? 2 hours, അതായത് 160 minutes. സോറി 160 അല്ല, 2 hours 120 minutes. 120 minutes ആയി, കാരണം ഓപ്ഷൻസിലെല്ലാം എന്താ മിനിറ്റ് തന്നെ കിടക്കുന്നത്. സോ നമ്മളത് മിനിറ്റിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്യാണ്. സോ നമുക്ക് ഇതിൽ നിന്ന് 84ഉം 120 തന്നെ എടുക്കാം ടോട്ടൽ വർക്ക്. അപ്പോൾ ഇത് 120 വരും. ജിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 84 വരും. സോ എന്തായിരിക്കും കെയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്? 120 മൈനസ് 84 ആയിരിക്കും, ഈസ് ഈക്വൽ ടു 36 ആയിരിക്കും എഫിഷ്യൻസി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ കെ മാത്രമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എത്ര സമയം എടുക്കും എന്നാണ്. സോ അതായത് 84 into 120/36 ആയിരിക്കും. സോ ഇത് 312 വരും, 7 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 280 minutes ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. അടുത്തതും ഒരു DA ആണ്. ഒരു പൈ ചാർട്ട് തന്നിട്ടുണ്ട്. Percentage of a survey about the medium of transport people used to reach their office ആണ്. റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഫീമെയിൽസ് ടു മെയിൽസ് കാറിന്റെ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മെട്രോയുടെ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട്സ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് ഫീമെയിൽസ് ഗോ ടു ഓഫീസ് ബൈ കാർ. അപ്പോൾ കാറിന് പോകുന്ന ഫീമെയിൽസ് എന്ന് പറയുന്നത്, ഫീമെയിൽസിന്റെ കാറിന്റെ റേഷ്യോ നമുക്കറിയാം. അപ്പോൾ 1/6 ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആണ്? 11/100 ഓഫ് എത്രയാണ്? 600 ആണ്. സോ ഇത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 11 കിട്ടും. അതുപോലെ നമ്പർ ഓഫ് ഫീമെയിൽസ് ഗോയിങ് വിത്ത് മെട്രോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട് 2/5 ഓഫ് മെട്രോയുടെ റേഷ്യോ എടുത്താൽ പെർസെൻറ്റേജ് 10/100 ഇൻറ്റു 600 ആണ്. സോ 6 വരും, 2 വരും, 24 വരും. സോ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇവ ഡിഫറൻസ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 13 ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. How many two-digit numbers are there that gives a remainder of 5 when divided by 8? So first number എന്ന് പറയുന്നത് എത്രയായിരിക്കും? 13 ആയിരിക്കും അല്ലേ? 13 divided by 8 എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പോൾ ലാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഏകദേശം 93 ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 93 ആയിരിക്കും. സോ നമ്പർ എത്ര നമ്പേഴ്സ് ഉണ്ട്? 93 മൈനസ് 13 ബൈ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 പ്ലസ് 1 ആയിരിക്കും, ഈസ് ഈക്വൽ ടു 80/8 പ്ലസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 11 നമ്പേഴ്സ് ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. മന്ത്ലി ഇൻകം ഓഫ് അരുൺ എന്ന് പറയുന്നത്, ഇൻകം എന്ന് പറയുന്നത് 57,000 ആണ്. എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 32,000 ആണ്. ഓക്കെ, മന്ത്ലി ഇൻകം ഇൻക്രീസ്ഡ് ബൈ 40% എന്ന് പറയുമ്പോൾ 57,000ന്റെ 140% എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? ഇൻക്രീസ് ചെയ്ത്, അതായത് 0 5 7s are 28 2 9 2 7 ഇത്രയും കിട്ടും ന്യൂ ഇൻകം എന്ന് പറയുന്നത്. പിന്നെ മന്ത്ലി എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അത് എത്രയായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്? 32,000ന്റെ 109/100 ആയിരിക്കും. സോ അത് ഇൻക്രീസ് ചെയ്യുന്നത് 109
32 വരും, 2 4 3 വരും, അതായത് 34880 വരും. സോ ന്യൂ ഇൻകം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 79800 മൈനസ് 34,880 ആയിരിക്കും. അത് വരുമ്പം സോ ഇത് മൈനസ് ചെയ്യുമ്പം ഇവിടെ 0 വരും. 02995444920 ആയിരിക്കും പുതിയ സേവിങ്സ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്ന √3y + 7a പ്ലസ് √3y 11a ആണ്. അങ്ങനെയാണെങ്കിൽ √3y + 7a മൈനസ് √3y ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ √3y + 7a പ്ലസ് √3y മൾട്ടിപ്ലൈഡ് വിത്ത് √3y + 7a മൈനസ് √3y എന്ന് എടുക്കുക ഒരു സൈഡിൽ. ഓപ്പോസിറ്റ് സൈഡിലും 11a മൾട്ടിപ്ലൈഡ് വിത്ത് √3y + 7a മൈനസ് √3y എന്ന് തന്നെ കിട്ടും. ആണല്ലോ. സോ ഇവിടെ നമ്മൾ a + b × a - b ആണ്. അപ്പോൾ നമുക്ക് ആൻസർ 3y + 7a മൈനസ് 3y എന്ന് കിട്ടും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 11a മൾട്ടിപ്ലൈഡ് വിത്ത് വാല്യൂ, ഈ വാല്യൂ തന്നെ വരും. ഇതൊരു ക്യാപിറ്റൽ X എന്ന് കൊടുത്തു. സോ ഇതെത്ര വരും? 7a = 11ax എന്ന് വരും. സോ x എന്ന് പറയുന്നത് 7/11. x നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഈ വാല്യൂ ആണ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. sin θ = √3 cos θ, അതായത് tan θ എന്ന് പറയുന്നത് √3 ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണല്ലോ. ഇനി നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. sin 60 എന്ന് പറയുന്നത് √3/2 ആണ്. സോ ഇത് 3/4 ആവും. sec 60 എന്ന് പറയുന്നത് cos 60യുടെ റെസിപ്രോക്കൽ ആണ്. സോ ഇത് 4 ആവും. പ്ലസ് √3/2, അടുത്തത് 2 പ്ലസ് cosec sin 60 √3 അപ്പോൾ 2/√3 വരും. is equal to 3/2 plus 4 plus √3 plus 2/√3 എന്ന് വരും. അതല്ലെങ്കിൽ 11/2 plus 5/√3 എന്ന് വരും. വീണ്ടും എടുത്തു കഴിഞ്ഞാൽ 10 plus 11√3/2√3 എന്ന് വരും. ഇനി നമ്മൾ മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാണ് 2√3 വെച്ച്. 11√3/2√3 വരും. is equal to 20√3 plus 33/2√3. Sorry. Okay. 20√3 plus 33 by എത്ര വരും? 2√3. ഇവിടെ ഒരു 2√3 കൊണ്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. സോറി, മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ, ഒരിടത്ത് മാത്രമല്ല. 412 വരും. സോ ഇതിനെ നമ്മൾ വീണ്ടും റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 2 വെച്ചെടുക്കുകയാണെങ്കിൽ 10√3 plus 11/6 എന്ന് വരും. സോ ഇതായിരിക്കും ഓപ്ഷൻ. സോറി, 2 വെച്ച് 33 മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, സോറി ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 3 വെച്ച് നമ്മൾ ഇവിടെ 22 മൾട്ടിപ്ലൈഡ് വിത്ത് 3 ആണ് വരുന്നത്. സോ ഇവിടെ 66 ആയിരിക്കും വരുന്നത്. സോ 2 വെച്ച് കളയുമ്പോൾ 2√3 plus 33/6 എന്ന് വരും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു 600 മീറ്റർ റേസ് ട്രാക്ക് ഉണ്ട്. അത്ലറ്റ് റൺ ചെയ്യുന്ന ഇനിഷ്യൽ പൊസിഷൻ വിത്ത് സ്പീഡ് ഓഫ് 2.5 മീറ്റർ പെർ സെക്കൻഡ്. ഈ സ്റ്റാർട്ട് റണ്ണിങ് അറ്റ് 2:30, 2 hours 30 minutes, 2.5 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 20 സെക്കൻഡ്സ് ഫൈനലിൽ എത്തുന്നതിന് മുമ്പ് 20 സെക്കൻഡ്സ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് സമയത്താണ് ഫൈനൽ പൊസിഷനിൽ മീറ്റ് ചെയ്യുന്നത്? സോ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 600 മീറ്റർ ബൈ 2.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ 600 മൾട്ടിപ്ലൈ വിത്ത് 10/25 വരും. 5 2 5 5 120, അതായത് 240 സെക്കൻഡ്സ് വരും. ഈസ് ഈക്വൽ ടു 4 മിനിറ്റ്സ് വരും. അപ്പോൾ 4 മിനിറ്റ്സ് എത്തും. സോ 2 hours 30 minutes പ്ലസ് 4 മിനിറ്റ് വരുമ്പോൾ 2 hours 34 മിനിറ്റിൽ എത്തും. പക്ഷേ 20 സെക്കൻഡ്സ് വീണ്ടും അവിടെ നിന്നു എന്നാണ് പറയുന്നത്. സോ കറക്റ്റ് ടൈം എന്ത് വരും? 2 hours 34 minutes 20 seconds PM ആയിരിക്കും ആ ഒരു ഫൈനൽ പൊസിഷനിൽ എത്തുന്നത്. Vikas went to a shop to purchase an item, got 8% discount market price. അതായത് 8% ഡിസ്കൗണ്ട് കിട്ടി, കാരണം ആ ഡേയിലെ ലക്കി കസ്റ്റമർ ആയിരുന്നു. നെക്സ്റ്റ് ഡേ വീണ്ടും അതേ കടയിൽ അതേ ഐറ്റം പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ പക്ഷേ എന്താ അന്ന് സംഭവിച്ചത്? ടാക്സ് ആയിട്ട് ആ മാർക്കറ്റ് പ്രൈസിന്റെ 8% എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഷോപ്പ് കീപ്പർ ആ പ്രൈസിന്റെ മാർക്കറ്റ് പ്രൈസ്, അതായത് ഐറ്റത്തിന്റെ പ്രൈസ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു 15%. ഡിഫറൻസ് ബിറ്റ്വീൻ ദ എമൗണ്ട് പെയ്ഡ് ബൈ വികാസ്, 2 ദിവസത്തെയും ആ വികാസ് പേ ചെയ്ത എമൗണ്ടിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 128.8 ആണ്. എങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ലെറ്റ് ചെയ്യുക, കോസ്റ്റ് പ്രൈസിനെ ഞാൻ 100 rupees എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 115 ആയിരിക്കും. കാരണം 15% ഞാൻ കൂട്ടി എന്ന് പറയുന്നുണ്ട്.
എന്നുവെച്ചാൽ കസ്റ്റമർ, അല്ല ഷോപ്പ് കീപ്പർ കൂട്ടി എന്ന് പറയുന്നുണ്ട്. സോ അതുപോലെ തന്നെ അപ്പോൾ 115 റുപ്പീസിൽ ഒരു എത്രയാണ് 8% ഡിസ്കൗണ്ട് ആണ് സംഭവിച്ചത് അല്ലേ. അപ്പോൾ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എത്ര വരും? 429/100 വരും. അതായത് 9.2 റുപ്പീസ് കുറഞ്ഞു. അങ്ങനെയാണ് മേടിച്ചത്. അതായത് 115 നിന്നും 9.2 കുറയ്ക്കാന്ന് വെച്ചാൽ 5 എത്ര വരും? 9.2 അല്ല കുറയ്ക്കുന്നത്. അപ്പോൾ സോറി 5 അല്ലല്ലോ, ഒരു മിനിറ്റ്, 5 തന്നെയാണല്ലോ. 105 വരും. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ കിട്ടിയ വില 105.8 റുപ്പീസ് ആണ് ആദ്യത്തെ ദിവസം. രണ്ടാമത്തെ ദിവസം വീണ്ടും സംഭവിക്കുക എന്ന് വെച്ചാൽ എന്താ സംഭവിച്ചത്? ഈ 115 എന്ന് പറയുന്ന മാർക്ക്ഡ് പ്രൈസിൽ വീണ്ടും ഒരു 8% ഇൻക്രീസ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു അല്ലേ. വീണ്ടും ഒരു പ്രൈസ് ഇൻക്രീസ് ചെയ്തു, 9.2 പ്രൈസ് ഇൻക്രീസ് ചെയ്തു. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? രണ്ടാമത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 9.2 ആഡ് ചെയ്യുമ്പോൾ 124.2 ആയിരിക്കും രണ്ടാമത് കൊടുക്കേണ്ടി വന്നത്. സോ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 124.2 മൈനസ് 105.8 എന്ന് പറയുമ്പോൾ 680. സോ 18.4 എന്ന് പറയുന്നതായിരിക്കും ഏത് എമൗണ്ട്? 128.8 എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ട 100 എത്രയാണെന്നാണ്. നമുക്ക് കോസ്റ്റ് പ്രൈസ് ആണ് വേണ്ടത്. കോസ്റ്റ് പ്രൈസ് ഡിനോട്ട് ചെയ്യുന്ന 100 ആണ്. സോ 18.4 ഇൻറ്റു എത്ര എങ്കിലും 128.8 കിട്ടുന്നുണ്ട് നോക്കുക. 18.4 ഇൻറ്റു 7 നോക്കുക. 2 വരും, 5 വരും. സോ 128.8 കിട്ടുന്നുണ്ട്. സോ എത്രയായിരിക്കും ആൻസർ? 700 ആയിരിക്കും ഇതിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ആദ്യം നമ്മൾ കോസ്റ്റ് പ്രൈസിനെ നോട്ട് ചെയ്യുന്നു, 100 എന്ന് എടുക്കുന്നു. മാർക്ക്ഡ് പ്രൈസിന് അപ്പോൾ എന്ത് സംഭവിക്കുന്നു? 115 ആവുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ആദ്യമേ പറയുന്നത് 8% ഡിസ്കൗണ്ട് കിട്ടുന്നു. അപ്പോൾ അയാൾ അന്ന് മേടിക്കുന്നത് 105.8 റുപ്പീസിനാണ്. പക്ഷെ നെക്സ്റ്റ് ഡേയിൽ എന്ത് സംഭവിക്കുന്നത്? 8% അയാൾക്ക് കൂടുതൽ കൊടുക്കുകയാണ് ടാക്സ് ആയിട്ട്. അപ്പോൾ അയാൾ 124.2 റുപ്പീ കൊടുക്കേണ്ടി വരും. അവരുടെ ഡിഫറൻസ് ആണ് നമുക്ക് ക്വസ്റ്റിന് തന്നിരിക്കുന്ന 128.8. അതിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുക. HCF of 24 and 60 തന്നിട്ടുണ്ട്. അപ്പോൾ HCF of 24 and 60 എന്ന് പറയുന്നത് എത്രയാണ്? HCF കണ്ടുപിടിക്കാൻ അറിയായിരിക്കുമല്ലോ. സോ 24 എന്ന് പറയുന്നത് 2 ക്യൂബ് മൾട്ടിപ്ലൈഡ് വിത്ത് 8 ആണ്. അതുപോലെ 60 എന്ന് പറയുന്നത് 2 സ്ക്വയർ 4 15 3 ഇൻറ്റു 5 ആയിരിക്കും. സോ ഇതിന്റെ HCF എന്ന് പറയുന്നത് എത്രയാണ്? ഹയസ്റ്റ് കോമൺ ആയിട്ടുള്ള ഫാക്ടറാണ്. രണ്ടിന്റെയും കോമൺ ആയിട്ടുള്ള ഫാക്ടർ. 2 സ്ക്വയർ 4 വരും. സോ ഇത് 2 ക്യൂബ് 3 അല്ലേ, ഇവിടെ 3 വരും. സോ മൾട്ടിപ്ലൈഡ് വിത്ത് 3 വരും. അതായത് 12 ആയിരിക്കും HCF. ദാറ്റ് മീൻസ് 30 മൾട്ടിപ്ലൈഡ് വിത്ത് 40 പ്ലസ് 12M എന്ന് പറയുന്നത് 12 ആയിരിക്കും. അതല്ല 12M എന്ന് പറയും പ്ലസ് 120 എന്ന് പറയുന്നത് 12 ആയിരിക്കും. 12 വെച്ച് ഡിവൈഡ് ചെയ്ത് കളഞ്ഞാൽ M പ്ലസ് 10 ഈസ് ഈക്വൽ ടു 1 ആണ്. സോ M എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 മൈനസ് 10, അതായത് -9 ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ ഇത്രയുമാണ് ഈ തവണത്തെ ഒലീവ് മോഡ് എക്സാമിന്റെ 25 ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവർക്കും ആൻസേഴ്സ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു, സ്റ്റെപ്സ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.